മീഡിയയിൽ നമ്മുടെ ഇഷ്ടത്തിന് ആരെ തെളിവിളിക്കാൻ നിങ്ങൾക്ക് ആൾക്കാരെ മിസ്റ്റേക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യം കാണുന്ന സമയത്ത് ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ പേരെടുത്ത് പറഞ്ഞു, ഒരു ടെററിസ്റ്റ് അറ്റാക്കിനകത്ത് എന്തുകൊണ്ട് ഈ പേരെടുത്ത് പറഞ്ഞു. രണ്ടാമത്, എന്തുകൊണ്ട് ഇവരിത് ആ ഒരു മരിച്ചു പോയിട്ട് ഒരു വ്യക്തിനെ കൊന്നിട്ട് ആ ഭാര്യയോട് പറയുന്നത് മോദിയോട് പറയാം. എങ്ങനെയാണ് ഈ രണ്ടും കൂടി ഒരു മാച്ചാവുന്നത്? ടെററിസം, മോദി ആൻഡ് ഹിന്ദു ആണോ എന്ന് നോക്കുന്നത്. ഈ മൂന്നും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് യെസ്, പാകിസ്ഥാൻ സ്പോൺസേഡ് കാര്യം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ പാകിസ്ഥാൻ സ്പോൺസറിനകത്ത് ഈ ലാംഗ്വേജുകൾ എങ്ങനെ വന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇവിടെ മാത്രമല്ല, ഇത് ഈ ഇന്ത്യ മുഴുവൻ അലയടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ജനങ്ങൾ തമ്മിൽ തല്ലി അടിക്കണം എന്നുള്ളത്. ഇതവർ നോർത്ത് ഈസ്റ്റിൽ ആ പരിപാടി തുടങ്ങിയില്ല. അതൊന്ന് ഡ്രഗ് മാഫിയയുടെ ബാക്കിൽ നിന്നുകൊണ്ടാണ് മണിപ്പൂരിലൊക്കെ. ഇവിടെ നിങ്ങൾ പലതും രാഷ്ട്രീയപരമായിട്ട് ജാതി മതം പറയും. ഇതെല്ലാം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഫോറിൻ ശക്തികളുടെ ഒരു പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ് ഇനിയെങ്കിലും മനസ്സിലാക്കി ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ചിന്തിച്ചുകൊണ്ട് എഴുതുക. ഒരു കാര്യം കാണുന്ന സമയത്ത് അതിനെ അവലോകനം ചെയ്യും. അതാണ് ഞാൻ എൻ്റെ വായന 8 മണിക്ക് ഞാൻ കാലത്ത് നിന്ന് പറഞ്ഞത്. അത് എല്ലാവരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. സോ വി ഓൾ ഷുഡ് ഫൈറ്റ് എഗൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്. അതാണ് നമ്മുടെ രാജ്യത്തിനകത്തുമുണ്ട്. അപ്പോൾ അവരെയും കൂടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പൊളിറ്റിക്കൽ സെക്ടറിലാവാം, രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന ആരാണെങ്കിലും അവരെ ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണും. അതുകൊണ്ടാണ് അത് സിനിമയാണെങ്കിലും ശരി, ടെററിസ്റ്റ് ആണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, if someone is talking or taking any stand against the nation, you all should stand together without any party, caste, creed, nothing. Always feel that we are Indians. That's all. പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള നടപടികൾ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന നടപടികളാണ്. ഞാൻ ആസ് എൻ ഇന്ത്യൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു ചെറുപ്പക്കാരുടെ തിളക്കുന്ന രക്തത്തിൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറയാം. ഇതിന് അപ്പുറത്തോട് ഒരു 6-7 മാസം മുന്നേ അമിത്ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതാണെന്നുള്ളതാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചെടുത്തുകൂടെ? അപ്പോൾ അതങ്ങ് തിരിച്ചെടുക്കുക. ഈ ഒരു ചാൻസിൽ അത് ഈ ഒരു സന്ദർഭത്തിൽ അതാണ് ചെയ്യേണ്ടത്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യം 1947 തൊട്ട് ഇന്നേ വരെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 80 വർഷങ്ങൾ ആവാൻ പോവാണ്. ഇന്നേ വരെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൗഹാർദ്ദമായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എവിടെയും ചതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് 65-ലാണെങ്കിലും ശരി, 71-ലാണെങ്കിലും ശരി, അതിനുശേഷം 99-ൽ കാർഗിൽ യുദ്ധമാണെങ്കിലും എല്ലാം ചതികളുടെ കഥകൾ മാത്രമേ ഉള്ളൂ. സോ ഇനി ഇത് വെച്ചിരിക്കാൻ പാടില്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ള 29ഓളം ആളുകളെ കൊന്നിട്ട് അതിനുശേഷം നമ്മുടെ രാജ്യം വെറുതെ വീണം. നോ, യു ഓൾ ഷുഡ് സ്റ്റാൻഡ് ആൻഡ് ഷൗട്ട്. വി ഷുഡ് ടേക്ക് ദ ഡിപ്ലോമാറ്റിക്കൽ റിവെഞ്ച് മാത്രമല്ല, ഡിപ്ലോമാറ്റിക്കൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇറ്റ് ഹാസ് ടു ബി വൈറ്റ് ഔട്ട്. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് സമാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒരു രാജ്യത്തിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. അവിടെ നിങ്ങൾ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇതൊന്നുമല്ല. ഓൾവേസ് ഫീൽ ദാറ്റ് ഫീലിംഗ്. എൻ്റെയൊക്കെ ലൈഫിൽ എത്ര ഉണ്ടെന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് യു ഓൾ ഷുഡ് ഫീൽ ദാറ്റ് വി ആർ ദ ഇന്ത്യൻസ്. ആ രാജ്യസ്നേഹമാണ് നിങ്ങൾ കാണിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. ഈ കാര്യങ്ങൾ ആക്ച്വലി കാശ്മീർ ടൂറിസത്തിന് ഭയങ്കര കാര്യമായിട്ട് ബാധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഓരോരുത്തരും ഇനി ശക്തമായിട്ട്. ഞാൻ അടുത്ത ഒരു 10 ദിവസത്തിനകത്ത് ഞാൻ കാശ്മീർ പോകും. കാരണം ഞാൻ പടം പ്ലാൻ ചെയ്തിട്ടുള്ളൂ, അത് മാറ്റില്ല. ഞാൻ അവിടെ തന്നെ ഷൂട്ട് ചെയ്യും. കാരണം 16 വർഷങ്ങളിലെ മിലിറ്റൻസി ഉണ്ടായ സമയത്ത് കീർത്തിചക്ര എന്നുള്ളൊരു സിനിമയും കൊണ്ട് പോയിട്ട് ഞാനാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അന്ന് ലാലേട്ടനെ പോലുള്ള ആളുകളും അതിൽ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റിലും എൻ്റെ കൂടെ നിന്ന് 25 ദിവസം നമ്മളവിടെ ഷൂട്ട് ചെയ്തു. അതുപോലെ അന്ന് ആ സമയത്ത് 10, 12, 13 സ്ഥലങ്ങളിൽ ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് മുടക്കാൻ വേണ്ടി. ഞാൻ ഇനി ഇതിനെന്താണെന്ന് വെച്ചാൽ ഇത് ടൂറിസത്തിനെ ബാധിക്കരുത്. കാശ്മീർ ഷുഡ് ഗ്രോ അപ്പ്. കാരണം അവർ കുറേ സഹിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യമാണ്. ആ രാജ്യത്തിലെ ആളുകളെ രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. അതുകൊണ്ട് നിങ്ങളാരും പേടിച്ചിരിക്കുന്നത് പ്രൊമോട്ട് ദ ടൂറിസം ഇൻ കാശ്മീർ എന്നുള്ളതാണ് ഒരു ശരിയായൊരു ഉത്തരം ഈ ടെററിസ്റ്റുകൾക്ക് കൊടുക്കും. മരണം എന്നുള്ളത് ഒരിക്കലേ വരുന്നതാണ്. അത് എവിടെയാണെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരും. അതുകൊണ്ട് ആ മരണത്തിനെ ഭയത്തുകൊണ്ട് നിങ്ങൾ ഈ ടൂറിസം ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. നോ, ദാറ്റ് വിൽ ബി എ കവേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ആസ് എ ട്രൂ കറേജിയസ് ഇന്ത്യൻ വി ഷുഡ് സേ യെസ്, വി വിൽ ഗോ ടു കാശ്മീർ വൺസ് അഗെയിൻ. ഞാൻ പോകുന്നു. അന്ന് ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് അയച്ചു. താങ്ക് യു സാറേ. സിനിമയിലെ ലഹരി ഉപയോഗം വരുന്ന അങ്ങനെ ഒരുപാട് കേസ് വരുന്നതാണ്.
അപ്പം അതിനെപ്പറ്റി സാറിന് എന്താ പറയുക? എന്തൊക്കെയാണ് ലഹരി ഉപയോഗം ലഹരിയുടെ കാര്യത്തിൽ എന്താ, ഞാൻ ഈ ലഹരി ഒരു തരത്തിലുള്ള